ഞാൻ വിചാരിക്കുന്നു പരിശുദ്ധ പിതാവിനെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചതാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ദൈവീക പുണ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് പ്രത്യാശയാണ്. വിശ്വാസം നമ്മെ പ്രത്യാശയുള്ളവരാക്കുന്നു, സ്നേഹം നമ്മെ പ്രത്യാശയുള്ളവരാക്കുന്നു. പൗലോസ് അപ്പസ്തോലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ സ്നേഹഗീതം ആലപിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കും, എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടമെന്ന്. ഞാൻ വിചാരിക്കുന്നു വിശ്വാസവും സ്നേഹവും പ്രത്യാശയിലേക്ക് തിരിഞ്ഞിരിക്കേണ്ട കാലമാണ് ഈ കാലഘട്ടം. കാരണം പ്രത്യാശ നഷ്ടപ്പെട്ടപ്പോൾ ജനം എന്ത് ചെയ്യണമെന്നറിയാതെ അസ്വസ്ഥമാകുന്നൊരു കാലഘട്ടത്തിലാണ്. ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിക്കുന്നു, വഴിതെറ്റുന്ന മനുഷ്യരുടെ എണ്ണം വർദ്ധിക്കുന്നു. നമ്മുടെ യുവജനങ്ങൾ ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്നറിയാൻ പറ്റാതെ മാതാപിതാക്കളും ഗുരുജനങ്ങളും മുതിർന്ന തലമുറയും പകച്ചു നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ അത്ഭുതാവഹമായ വളർച്ചയുണ്ടായി. വിവര സാങ്കേതിക മേഖലകളിൽ നാം കൈവരിച്ച നേട്ടമെന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 10-15 കൊല്ലം കൊണ്ട് നേടിയത് കഴിഞ്ഞ 21 നൂറ്റാണ്ട് കൊണ്ട് നേടിയതിനേക്കാളും വലിയ നേട്ടങ്ങളാണ്. അത്ഭുതാവഹമായ ഈ വളർച്ചയ്ക്ക് ആനുപാതികമായി മനുഷ്യന്റെ വിശ്വാസവും പ്രത്യാശയും വളർത്തിയെടുക്കാൻ കഴിയാതെ പോയപ്പോൾ ആ വളർച്ച കേവലം ആനുപാതികമല്ലാതായി തീർന്നു. അതിൻ്റെതായ ദുഃഖം, ദുരന്തം നാം അനുഭവിക്കുന്നുണ്ട്. ദൈവത്തെ കൂടാതെ വളരാൻ ശ്രമിച്ച ഒരു ജനതയുടെ സ്വാഭാവിക പരിണതിയാണ് പ്രത്യാശയില്ലാത്ത സമൂഹമായി തീരുക. ദൈവവിശ്വാസമില്ല എങ്കിൽ ഒരു സമൂഹത്തിന് നിരാശപ്പെടാൻ മാത്രമേ കാരണമുള്ളൂ. ബെർട്രൻഡ് റസൽ എന്ന് പറയുന്ന വലിയൊരു നിരീശ്വരവാദിയുണ്ട്. ഈ നിരീശ്വര ചിന്തകൻ പറയുന്ന ചിന്തകളിൽ ഒന്ന് ഇതാണ്: മനുഷ്യന് ഉറപ്പായും പ്രത്യാശിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അതേതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഉത്തരമല്ല അദ്ദേഹം പറഞ്ഞത്. റസൽ പറയുന്നു, മനുഷ്യന് പ്രത്യാശിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നിരാശ മാത്രം. ജീവിതം ദുരന്തപൂർണമായി അവസാനിക്കും എന്നുള്ള ആ ഒരു നിരാശപ്പെടുത്തുന്ന ചിന്തയല്ലാതെ മനുഷ്യന് പ്രത്യാശിക്കാൻ ഒന്നുമില്ല എന്ന് അദ്ദേഹം എഴുതി വയ്ക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവമില്ലാത്ത ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ അനന്തരഫലമാണ് നിരാശ എന്നുള്ള സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് കടന്നു പോകാനുള്ള മാർഗങ്ങളാണ് ഈ കൺവെൻഷൻ്റെ പ്രമേയങ്ങളായി നാം ഈ നാളുകളിൽ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. തീർച്ചയായും ഇവിടെ വചനം പ്രഘോഷിച്ച വചനപ്രഘോഷകരെല്ലാം ഈ ഒരു മേഖലയിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ദീർഘമായി നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പ്രത്യാശയുടെ ഉറവിടം എന്ന് പറയുന്നത് ദൈവമായ കർത്താവാണ്. വേറെ ഏത് കാര്യത്തിൽ പ്രത്യാശ വെച്ചാലും മനുഷ്യന് നിരാശയായിരിക്കും ഫലം. അതായത് നല്ല സുഹൃത്ത് ബന്ധങ്ങളിൽ, ജീവിത പങ്കാളിയിൽ, മക്കളിൽ, സമ്പത്തിൽ, സൗഹൃദ വലയങ്ങളിൽ, സ്വാധീനങ്ങളിൽ, രാഷ്ട്രീയ മേലാളന്മാരുമായുള്ള ചങ്ങാത്തത്തില് ഒക്കെയും പ്രത്യാശ വയ്ക്കുന്നവരുണ്ട്. ആയുധങ്ങളിൽ പ്രത്യാശ വയ്ക്കുന്നവരുണ്ട്, കായബലത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരുണ്ട്, വാക്ചാതുരിയിൽ പ്രത്യാശ വയ്ക്കുന്നവരുണ്ട്. പക്ഷെ അവരെയെല്ലാം കാത്തിരിക്കുന്നത് ബെർട്രൻഡ് റസൽ പറഞ്ഞതുപോലെ നിരാശയുടെ അനുഭവങ്ങളായിരിക്കും. പക്ഷേ നിന്നെ ഒരിക്കലും ഒരു നാളും
നിരാശപ്പെടുത്താത്തൊരു സത്യമുണ്ട്. അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ് എന്ന സത്യം ഗ്രഹിക്കുക. വലതുകരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം 71:5 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവിലാണ് എൻ്റെ പ്രത്യാശ, ഞാൻ നിരാശപ്പെടുകയില്ല. കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിരാശയില്ല എന്നുള്ളതാ സത്യം. സങ്കീർത്തകൻ തന്നെ 43-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 5-ാം തിരുവചനത്തില് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ആത്മാവേ നീ എന്തിനാകുലപ്പെടുന്നു, നീ എന്തിന് വിഷാദിച്ചുഴലുന്നു, നീ നിന്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുക, അവിടുന്നാണ് നിന്റെ രക്ഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ആകുലതയുണ്ടോ, വിഷാദമുണ്ടോ, ജീവിതത്തിൽ ഇനി എങ്ങോട്ടാണ് നീങ്ങേണ്ടത് എന്നുള്ള ആശങ്കയുണ്ടോ? സങ്കീർത്തകൻ പറയുക, എൻ്റെ ആത്മാവേ നീ എന്തിന് ആകുലപ്പെടുന്നു, നീ എന്തിന് വിഷാദിച്ചുഴലുന്നു, നീ നിന്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, തിരുവചനം നമുക്ക് തരുന്ന വലിയൊരു മുന്നറിയിപ്പതാണ്. ആകുലതയും ആശങ്കയും വിഷാദവും നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും സംജാതമാകുന്നുവെങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നാം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാൻ മറന്നുപോയി എന്നുള്ളതാണ്. ദൈവമേ അങ്ങാണ് എൻ്റെ പ്രത്യാശ എന്ന് ഹൃദയത്തിൻ്റെ താളത്തോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചന ശുശ്രൂഷയിലായിരിക്കാം. ഈ പ്രാർത്ഥന എല്ലാവരും വലതുകരം ഉയർത്തി ഏറ്റുചൊല്ലുക. കർത്താവേ, കർത്താവേ അങ്ങാണ് എൻ്റെ പ്രത്യാശ, അങ്ങാണ് എൻ്റെ പ്രത്യാശ. അങ്ങയിൽ പ്രത്യാശിക്കുന്നവരാരും, അങ്ങയെ പ്രത്യാശിക്കുന്നവരാരും ഒരു നാളും നിരാശരാവുകയില്ല, ഒരു നാളും നിരാശരാവുകയില്ല. ഈ വിശ്വാസത്തോടെ, ഈ വിശ്വാസത്തോടെ, ശരണത്തോടെ, ശരണത്തോടെ, സ്നേഹത്തോടെ, സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ നിന്ന് ആകുലതകളെ, വിഷാദങ്ങളെ എടുത്തു നീക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നതിന്റെ കാരണമെന്ത് എന്ന് ജെറമിയ പ്രവാചകന്റെ പ്രവചന ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട്. 29-ാം അധ്യായത്തിന്റെ 11-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. ജെറമിയ പറയുകയാണ്, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിന് വേണ്ടിയല്ല, മറിച്ച് നിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ്. നീ കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിൽ ഇങ്ങനെ അടിയുറച്ച് പ്രത്യാശ വയ്ക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നാം ഓരോരുത്തരുടെയും ക്ഷേമത്തിന് വേണ്ടി ദൈവമായ കർത്താവ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇത് വിശദമാക്കാൻ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 21-ാം അധ്യായത്തില് ഹാഗാറിന്റെ അനുഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഹാഗാർ എന്ന ഒരു പാവപ്പെട്ട സ്ത്രീ, അവൾ സാറായുടെ അടിമയായവളാണ്. ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുണ കൊണ്ടാകാം, അതല്ലെങ്കിൽ സാറായുടെയും അബ്രാഹത്തിൻ്റെയും ദൈവിക വെളിപാട് മനസ്സിലാക്കുന്നതിലുള്ള കഴിവ് കുറവ് കൊണ്ടാകാം, അവൾ അബ്രാഹത്തിൻ്റെ കുഞ്ഞിന് ജന്മം നൽകി. തുടർന്ന് സാറായുടെ ശത്രുതയ്ക്ക് അവൾ പാത്രീഭൂതയായി. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെയും നമ്മളെ മറ്റുള്ളവർ എതിർക്കുന്നത്, വെറുക്കുന്നത്, സാമൂഹിക മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് പോലും നമുക്കറിയാതെ ആശങ്ക വന്നെന്നിരിക്കും. ഈ മനുഷ്യരൊന്നും നമ്മളെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അവരോടൊന്നും നമ്മൾ കമാ എന്നൊരക്ഷരം പറഞ്ഞിട്ടില്ല, അവരുമായിട്ട് നാം യാതൊരു വിധത്തിലുള്ള കലഹത്തിലുമായിട്ടില്ല. പിന്നെയും
എന്തിനാണ് അവരിങ്ങനെ അധിക്ഷേപിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ ഈ ഹാഗാറിന്റെ അനുഭവം അതിന് ഉത്തരം തരുന്നുണ്ട്. ഹാഗാർ എന്ന ആ പാവപ്പെട്ട സ്ത്രീ ആർക്കുമെതിരായി ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷേ കാലമൊന്ന് കറങ്ങിത്തിരിഞ്ഞപ്പോൾ, വർഷങ്ങൾ ഇരുണ്ട് വെളുത്തു കഴിഞ്ഞപ്പോൾ അവൾ ആ വീട്ടിൽ എല്ലാവർക്കും ശത്രുതയായി. അവളുടെ കുഞ്ഞിന്റെ പിതാവായ അബ്രാഹം പോലും അവളെ കൈവിട്ടു. നീ എതിരെ വേണേ പൊയ്ക്കോ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി പടിയടച്ചു എന്ന് ചരിത്രം വായിക്കുന്നുണ്ട്. പറക്കമുറ്റാത്തൊരു കുഞ്ഞിനെയും കൊണ്ട് നിറകണ്ണീരുകളോടെ ഹാഗാർ മരുഭൂമിയിൽ അലയുകയാണ്. തുകൽ സഞ്ചിയിലെ വെള്ളമെല്ലാം തീർന്നു. കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാ: മരുഭൂമിയിലെ യാത്രക്കിടയിൽ തുകൽ സഞ്ചിയിലെ വെള്ളമെല്ലാം തീർന്നു. കുഞ്ഞിന് വാ നനയ്ക്കാൻ, ചുണ്ടു നനയ്ക്കാൻ ഒരിറ്റ് വെള്ളം പോലുമില്ലാതെ വാവിട്ട് കുഞ്ഞ് കരയുമ്പോൾ മരണം മാത്രം മുന്നിലുണ്ട് എന്ന സത്യമറിയാവുന്ന അമ്മ കുഞ്ഞിൻ്റെ മരണം കാണാനുള്ള ത്രാണിയില്ലാതെ കുഞ്ഞിനെ അവിടെ വെച്ച് ഒരു അമ്പെയ്ത്തു ദൂരം മാറി നിന്നു. എന്ന് പറഞ്ഞൊരു 100 മീറ്റർ അകലെ പോയി നിലത്ത് കുമ്പിട്ട് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യാശയില്ലാത്തവളെ പോലെ അവൾ കരഞ്ഞു. പക്ഷേ കർത്താവിൻ്റെ ദൂതൻ ഹാഗാറിനെ തട്ടി വിളിച്ചു: ഹാഗാറേ, നീ എന്തിനാ കരയുന്നത്? നിന്നെക്കുറിച്ച് ദൈവമായ കർത്താവിന് പദ്ധതിയുണ്ട് എന്ന് നിനക്കറിഞ്ഞുകൂടെ? നീ എഴുന്നേറ്റ് നോക്ക്. നിന്റെ കുഞ്ഞ് ദാഹിച്ച് വലഞ്ഞ് കരയുന്ന ആ സ്ഥലത്തിന് തൊട്ടരികിൽ ജീവജലത്തിൻ്റെ അരുവി ഒഴുകുന്ന അതീവ സുന്ദരമായൊരു കിണറുണ്ട്. അവിടെ നിന്ന് വെള്ളം കോരി കൊച്ചിന് കൊടുക്കുക. ഈ കിണർ എവിടെ നിന്ന് വന്നു? കിണർ അവിടെ ഉണ്ടായിരുന്നതാകാം. പക്ഷേ പ്രത്യാശയില്ലാത്ത ഹാഗാറിന് ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് ജെറമിയ പ്രവാചകൻ പറഞ്ഞത്: മകനെ, മകളെ, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനല്ല, മറിച്ച് നിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമാണ് ഈ മരുഭൂമിയിലെ ഊഷരത. ആ പദ്ധതിയുടെ ഭാഗമാണ് നിന്റെ യജമാനത്തിയായ സാറായിൽ നിന്നുള്ള കുത്തുവാക്കുകള്. ആ പദ്ധതിയുടെ ഭാഗമാണ് അബ്രാഹത്തിന്റെ പക്കൽ നിന്നുള്ള ഈ തിരസ്കരണം. ആ പദ്ധതിയുടെ ഭാഗമാണ് ദാഹാർത്തയായുള്ള ഈ അലച്ചില്. ആ പദ്ധതിയുടെ ഭാഗമാണ് ഈ കുഞ്ഞിന്റെ നിർത്താതെയുള്ള കരച്ചില്. ദൈവീക പദ്ധതി അതെപ്പോഴും എൻ്റെ ക്ഷേമത്തിന് വേണ്ടിയാണ്, എൻ്റെ കുടുംബത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് എന്ന് പ്രത്യാശിക്കാൻ കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ പറഞ്ഞത് സത്യമാണ്: എൻ്റെ ആത്മാവേ, നീ എന്തിനാകുലപ്പെടുന്നു? നീ എന്തിന് വിഷാദിച്ചുഴലുന്നു? നീ ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവാശ്രയം വന്നു കഴിഞ്ഞാൽ നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്കൊക്കെയും പരിഹാരമുണ്ട്. ജീവിതത്തിൽ ദൈവം തന്നെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ കണ്ണിലെ വെറുപ്പ് കൊണ്ടാകാം, അസൂയ കൊണ്ടാകാം, വിശ്വാസരാഹിത്യം കൊണ്ടാകാം നമുക്ക് ആ പരിഹാര മാർഗങ്ങൾ കാണാൻ കഴിയാതെ പോകുന്നു. സാറാ കുഞ്ഞിനെ ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടി ആഗ്രഹിച്ച് കിടത്തിയ അതേ സ്ഥലത്ത് ജീവജലത്തിന്റെ മഹാപ്രവാഹം ഒരുക്കുന്ന കിണറിനെ കർത്താവ് ഒരുക്കിയിരുന്നു. അത് കാണാൻ അവളുടെ കണ്ണിലെ നിരാശ കൊണ്ട് കഴിയാതെ പോയി. ദൈവം ഒരുക്കിയ പദ്ധതികളെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. ആ പദ്ധതിയുടെ ഭാഗമാണ് നാം അനുഭവിക്കുന്ന സങ്കടങ്ങൾ. ആ പദ്ധതിയുടെ ഭാഗമാണ് നാം അനുഭവിക്കുന്ന തിരസ്കരണങ്ങൾ എന്ന് തിരിച്ചറിയാനും തമ്പുരാനിൽ പ്രത്യാശ വയ്ക്കാനും എപ്പോൾ നമുക്ക് കഴിയുന്നുവോ അപ്പോൾ മുതൽ നാം പ്രത്യാശയുടെ തീർത്ഥാടകരായി തീരുന്നു.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രത്യാശ നമുക്ക് പകരുന്ന ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം. കാരണം അവിടുന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പദ്ധതി ഒരുക്കിയവനാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ സന്ദേശവും ചിന്തയും എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. രണ്ടാമതായി എനിക്ക് തോന്നുന്നു, പ്രത്യാശ നമ്മളെ ക്ഷമയുള്ളവരും കാത്തിരിക്കാൻ പഠിപ്പിക്കുന്നവരും. പ്രത്യാശ നമ്മളെ ക്ഷമാശീലമുള്ളവരും ദൈവീക പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കാൻ കൃപയുള്ളവരുമാക്കി തീർക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ടവര്. നമുക്കറിയാം, ഇന്ന് പ്രതിസന്ധികൾ കയ്യോടെ പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ എല്ലാവരും അക്ഷമരാണ്. ഇനി എന്താണ് വഴി എന്ന് ചോദിച്ചാൽ തൊട്ടു മുമ്പിലുള്ളത് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുക, അല്ല എങ്കിൽ സുബോധം നഷ്ടപ്പെടുന്നത്രയും മദ്യപിക്കുക, ബോധവും ശരീരത്തിന്റെ ആരോഗ്യവും എന്നേക്കുമായി നശിക്കുന്നത് വരെയും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുക. യുവതലമുറകൾക്ക് എപ്പോഴും വേണ്ടത് പ്രശ്നം ആ സെക്കൻഡിൽ പരിഹരിച്ച് കിട്ടുക എന്നുള്ളതാണ്. ഇൻസ്റ്റന്റ് ആൻസേഴ്സ് ആണ്. അവർ ഗൂഗിൾ ചെയ്ത് നോക്കും, അപ്പോൾ കിട്ടുന്ന ഉത്തരമാണ് അവർക്ക് ജീവിതത്തിൻ്റെ ഉത്തരമായി അവർ മനസ്സിലാക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടില്ല. അത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ കിട്ടുന്നതല്ല. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി മനസ്സിലാകണമെങ്കിൽ നാം ക്ഷമയോടെ കാത്തിരിക്കാൻ പഠിക്കേണ്ടതുണ്ട്. കാത്തിരിപ്പിൻ്റെ മറുപേരാണ് പ്രത്യാശ എന്ന സത്യം നിങ്ങൾ ഓർക്കുക. ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രം പഠിച്ചാൽ രക്ഷാകര ചരിത്രത്തിൻ്റെ നടുമുറ്റത്ത് ദൈവം നിർത്തിയ വ്യക്തികളെയൊക്കെ പരിശോധിക്കുക. അവരെ ദൈവം കാത്തിരിപ്പിൻ്റെ അഗ്നിയിൽ 1-2 വർഷങ്ങളല്ല, പതിറ്റാണ്ടുകൾ നിർത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അബ്രാഹം സാറായെ കല്യാണം കഴിച്ച രാത്രിയിൽ ദൈവം മധുവിധുരാവിൽ അവർക്ക് കൊടുത്ത അരുളപ്പാടാണ്, അബ്രാഹമേ, ഞാൻ നിനക്ക് സന്താനങ്ങളെ നൽകും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ, ഭൂമിയിലെ മണൽത്തരികളെ സാക്ഷി നിർത്തി ദൈവം പറഞ്ഞു, അവയെക്കാളും എണ്ണിയാൽ ഒടുങ്ങാത്ത സന്തതികളുടെ പിതാവാക്കി നിന്നെ മാറ്റും. പക്ഷേ സാറായിൽ അബ്രാഹത്തിന് വാഗ്ദാനത്തിൻ്റെ പുത്രൻ ജനിക്കുമ്പോൾ 18 വയസ്സിൽ കിട്ടിയ ഈ വാഗ്ദാനം പൂർത്തീകരിക്കാൻ അബ്രാഹം കാത്തിരുന്നത് 1-2 വർഷമല്ല, നീണ്ട 82 വർഷങ്ങളാണ്. കാരണം തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു, വാഗ്ദാനത്തിൻ്റെ പുത്രനായി ഇസഹാക്ക് ജനിക്കുമ്പോൾ അബ്രാഹത്തിന് പ്രായം 100 വയസ്സായിരുന്നു. സാറാമ്മയുടെ വന്ധ്യത അതൊരു ശാപമായിരുന്നില്ല. സാറാമ്മയുടെ വന്ധ്യത അവൾക്കുള്ള ശിക്ഷയായിരുന്നില്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിരുന്നു. നീണ്ട 82 കൊല്ലം വേണ്ടി വന്നു അബ്രാഹം എന്ന പിതാവിന് ഈ സത്യം ഗ്രഹിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, രക്ഷാകര പദ്ധതിയെ മുന്നോട്ട് നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ഒക്കെയും മാതാപിതാക്കൾ വന്ധ്യരായിരുന്നു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് അബ്രാഹത്തിന്റെ ഭാര്യ സാറായുടെ വന്ധ്യത മാത്രമല്ല, റബേക്കായുടെ വന്ധ്യതയുണ്ട്. രക്ഷാകര ചരിത്രം മുന്നോട്ട് നീങ്ങണ്ട യാക്കോബിന്റെ മക്കളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മാതാവാകാൻ വിളിക്കപ്പെട്ട റാഹേലിന്റെ വന്ധ്യത, അത് സാമുവേലിന്റെ അമ്മയുടെ ആകട്ടെ, സാംസന്റെ അമ്മയുടെ ആകട്ടെ, സ്നാപകന്റെ അമ്മയുടെ ആകട്ടെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാതാപിതാക്കളുടെ വന്ധ്യതയാകട്ടെ, നാം തിരിച്ചറിയുന്ന അത്ഭുതപ്പെടുത്തുന്നൊരു സത്യമുണ്ട്. ദൈവീക പദ്ധതികൾ ഇതൾ വിരുത്തുന്നത്, ദൈവീകമായ രക്ഷാപദ്ധതി ഇതൾ വിടർത്തുന്നത് സമയത്തിൻ്റെ പൂർണ്ണതയിലാണ്.
പറുദീസായിൽ ദൈവം കൊടുത്ത വാഗ്ദാനത്തിൻ്റെ പുത്രൻ ജനിച്ചത് എത്രയായിരം വർഷങ്ങൾ കഴിഞ്ഞായിരുന്നു എന്ന് കണക്കുകൂട്ടാൻ പോലും വയ്യാത്തത്ര ദൈർഘ്യം ആ രക്ഷാകര പദ്ധതിക്കുണ്ടായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയുമ്പോൾ, ആ ദൈവം ഇടപെട്ട സമയത്തിന് വിശുദ്ധ ഗ്രന്ഥം കരുതി വെച്ച പുണ്യപ്പെട്ടൊരു പദമുണ്ട്. അത് മറ്റൊന്നുമല്ല, രക്ഷയുടെ സമയം, ദൈവത്തിൻ്റെ സ്വീകാര്യമായ സമയം. ഇതാണ് ദൈവം ഇടപെടുന്ന സമയം, രക്ഷാകരമായ സമയം. ആ സമയത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ കൃപയോടെ കാത്തിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ പ്രത്യാശ എന്ന ദൈവീക പുണ്യമാണ് എന്ന സത്യം നാം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. പ്രത്യാശ, ഈ പെട്ടെന്ന് സമ്പന്നരാകണം, അതിനുവേണ്ടി ഏത് തട്ടിപ്പുകൾക്ക് പിന്നാലെ പോകാനും മനുഷ്യര് സന്നദ്ധരാണ്. മലയാളികളോളം ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും ആരുമില്ല എന്നാണ് മലയാളികളെങ്കിലും വിചാരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഭൂലോകത്ത് ഏത് തട്ടിപ്പുകാർക്കും വന്ന് കബളിപ്പിക്കാൻ പറ്റിയ ഒരു ജനവിഭാഗമുണ്ട് എങ്കിൽ അത് മലയാളികളാണ്, അല്ലേ? ഓരോ ആഴ്ചയും നമ്മൾ ഓരോ പുതിയ പുതിയ തട്ടിപ്പുകൾ കണ്ടു. 5-6 കൊല്ലം മുമ്പ് വായിച്ചൊരു തട്ടിപ്പ് ഞാൻ അത്ഭുതത്തോടെ ഓർക്കുകയാണ്. അതായത് ഒരു കുടം, ചെമ്പുകുടം, അതൊരു പത്രത്തിൽ പൊതിഞ്ഞ് 24 മണിക്കൂർ വെച്ചാൽ പിറ്റേന്ന് രാവിലെ അത് സ്വർണ്ണക്കുടമായി മാറും എന്നൊരു തട്ടിപ്പ്. നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലേ? പക്ഷേ 30 ദിവസം കൊണ്ട് ഈ കേരളത്തിൽ നിന്ന് ഈ കുടം കൊടുത്ത് 760 കോടി രൂപ തട്ടിച്ചു. ആ തട്ടിപ്പിന് ഇരയായവരിൽ ജഡ്ജിമാരുണ്ടായിരുന്നു, പോലീസ് ഓഫീസർമാരുണ്ടായിരുന്നു. തലയ്ക്കകത്ത് ആൾതാമസമുള്ള ആർക്കും അറിയാം എന്താണ് ചെമ്പുകുടം പത്രത്തിൽ പൊതിഞ്ഞു വെച്ചാൽ സ്വർണ്ണക്കുടമാകിയാൽ. അങ്ങനെ ആകുമായിരുന്നു എങ്കിൽ ആ കുടം ഇത് വിൽക്കുന്നവൻ വിൽക്കുകയില്ലായിരുന്നു എന്ന് സാമാന്യ ബുദ്ധി തിരിച്ചറിയാം, ഇല്ലേ? പക്ഷേ നമ്മളോട് അത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കും. കാരണം എന്താന്നോ, നമുക്ക് പെട്ടെന്ന് പണക്കാരനാണ്, പെട്ടെന്ന് നിപ്പി പണക്കാരനാണ്. അതിനുവേണ്ടി ആര് എന്ത് കാണിച്ചാലും, ചക്കമടൽ കാണിച്ച കന്നുകാലി കൂട്ടിലേക്ക് കയറി പോകുന്ന പോലെ തട്ടിപ്പിന്റെ ഏത് കടലാസ് എടുത്ത് നീക്കിയാലും വിശ്വസിക്കുന്നവരായി നമ്മൾ മാറുന്നതിൻ്റെ കാരണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിന് ദൈവീക സമയത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു. ഇവിടെയെങ്ങും ജോലിയില്ല, ജീവിതമാർഗമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പിള്ളേരെല്ലാവരും 12ാം ക്ലാസ് കഷ്ടി ജയിച്ച ഉടനെ കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും അതുപോലെ ന്യൂസിലാൻഡിലേക്കും നമ്മൾ ഇതുവരെയും പേര് കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളിലേക്കൊക്കെ വണ്ടി കയറി പോവുകയാണ്. എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, അവിടെ പോയാൽ രക്ഷപ്പെടുവോ? അതൊന്നും നമുക്കറിയാൻ പാടില്ല, പിള്ളേർക്കും അറിയത്തില്ല, മാതാപിതാക്കൾക്കും അറിയത്തില്ല. പക്ഷേ എല്ലാവരും ഫ്ലൈറ്റ് കയറി പോയേക്കും. എങ്ങോട്ടായി ഓടുന്നത് ആർക്കും അറിയത്തില്ല. ഒരു കാര്യം നമുക്കറിയാം, ഇവിടെ രക്ഷയില്ല. പക്ഷെ ഇവിടെ രക്ഷയുണ്ട് എന്നറിയാവുന്നവരുണ്ട്. ഈ ഇന്ത്യയിലെ തന്നെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന മനുഷ്യർക്കറിയാം ഇവിടെ രക്ഷയുണ്ട്. ഇവിടെ അവർക്ക് ചാകരയാണ്. അവനിവിടെ വന്ന് പണിയെടുത്ത് അവൻ്റെ കുടുംബം പോറ്റുന്നു, തലമുറകൾക്കുള്ളത് സമ്പാദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പണിയില്ലാത്തതല്ലല്ലോ പ്രശ്നം. വാസ്തവത്തിൽ ഇവിടെ ഹോട്ടലിൽ പ്ലേറ്റ് കഴുകാൻ പറഞ്ഞാൽ +2കാരൻ ജമ്മത്ത് ചെയ്യുകയല്ല. അതേസമയം ഓസ്ട്രേലിയയിലും കാനഡയിലും പോയി മാക്ഡൊണാൾഡ്സിന്റെ മേശ തൂക്കാൻ പറഞ്ഞാൽ ആ ജോലിക്ക് വേണ്ടി അവർ ക്യൂ നിൽക്കും. ഇവിടെയാണ് ഞാൻ പറയുന്നത്, പ്രത്യാശ എന്ന് പറയുന്നത് ദൈവം നിർത്തിയിടത്ത് നിൽക്കാനും ദൈവമൊരുക്കിയ വഴികളിലൂടെ സഞ്ചരിക്കാനുമുള്ള മനസ്സാണ്. ദൈവത്തിൻ്റെ പദ്ധതിയെ നാം തിരുത്തി എഴുതാൻ ശ്രമിക്കരുത്. ദൈവത്തിൻ്റെ പദ്ധതിയെ തിരുത്തി എഴുതാനുള്ള നമ്മുടെ വ്യഗ്രതയാണ് നമുക്ക് നഷ്ടങ്ങൾ വരുത്തുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാത്തിരിപ്പിൻ്റെ ആധ്യാത്മികത
അത് പ്രത്യാശയുടെ സുവിശേഷമാണ്. ജീവിതത്തിൽ ദൈവമായ കർത്താവ് നമ്മളോട് കാത്തിരിക്കാൻ പറയുന്ന സന്ദർഭങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ വിസ്മരിക്കാൻ പാടില്ല. മൂന്നാമതായി, ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ പകരുന്ന മറ്റൊരു അനുഭവമുണ്ട്. അത് എന്താന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ എല്ലാം ശരിയാകും എന്നൊരു ചിന്തയാണ്. എല്ലാം ശരിയാകും, ചുമ്മാ പറയുന്നതല്ല. ദൈവമായ കർത്താവ് എല്ലാം ശരിയാക്കും, അവിടുന്ന് എല്ലാം ക്രമീകരിക്കും. കാരണം എന്താ? അവിടുത്തെ വചനം അതാണ്, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കുന്ന പദ്ധതി നിന്റെ നാശത്തിന് വേണ്ടിയല്ല, പിന്നെയോ, എല്ലാവരും ഒച്ചേ പറഞ്ഞേ, പിന്നെയോ നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി ദൈവം ഒരുക്കിയത്. അതുകൊണ്ട് അവസാനം ചിരിക്കുന്നത് ദൈവമായിരിക്കും. ആരും സംശയിക്കണ്ട. ആരെല്ലാം തമ്പുരാന്റെ ചിറകിൻ കീഴിൽ നിന്നോ അവരെല്ലാവരും അവസാനം ദൈവത്തോടൊത്ത് ചിരിക്കാൻ യോഗ്യതയുള്ളവരായി തീരും എന്ന സത്യം നമുക്ക് വേണം. ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ തരും. ചിലപ്പോൾ നമുക്ക് ഈ നെഗറ്റീവ് എനർജി സംപ്രേഷണം ചെയ്യുന്ന മനുഷ്യരുണ്ട്. ചില മനുഷ്യരോട് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളാകെ തളർന്നു പോകും. ഒന്നും ശരിയായാൽ എല്ലാം മുടിഞ്ഞു, അതും ശരിയായാൽ ഇതും ശരിയായാൽ ഒരു രക്ഷയില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. ബൈബിളിൽ അങ്ങനെ ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നു. സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശത്തിൻ്റെ വക്ക് വരെ എത്തിയെന്ന് വിചാരിക്കും. നോക്കെത്തിയാൽ, കണ്ണെത്തിച്ച് നോക്കിയാൽ കാനാൻ ദേശം കാണാം അവർക്ക്. ആ ദേശം ദൈവം അവർക്ക് കൊടുക്കുമെന്ന് അവർക്കറിയാം. പക്ഷെ എന്നാ വഴി? എങ്ങനെ അവിടെ കയറണം? അവിടെ പരിശോധിക്കാൻ വേണ്ടി ചാരന്മാരെ വിട്ടു. 12 ചാരന്മാർ, സ്പൈസ്, അവരെ വിട്ടു. ഈ ചാരന്മാർ ചെന്ന് നോക്കിയപ്പോൾ ശരിയാ, തേനും പാലും ഒഴുകുന്നുണ്ട്. അതിലെ ഒരു മുന്തിരിക്കൊലയിൽ 1000 മുന്തിരി. സമൃദ്ധിയുടെ നാട് അല്ലേ? അതിലെ ഓരോ പഴങ്ങളും അതീവ സുന്ദരം, സ്വാദിഷ്ടം, സമൃദ്ധം. പക്ഷെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഓരോ തോട്ടത്തിൻ്റെയും ഉടമസ്ഥരായ മനുഷ്യര് അതികായന്മാരാണ്, അതിശക്തന്മാർ. അവരുടെ ഒരു കൈത്തണ്ടയുടെ വലിപ്പം ഇസ്രായേൽക്കാരിൽ ഒരുത്തൻ്റെ ഉടലിൻ്റെ വലിപ്പമുണ്ട്. ഇതാണ് അവർ കണ്ടത്. അവര് മുന്തിരിക്കൊലയൊക്കെ പറിച്ചുകൊണ്ട് വന്നു. കാര്യം ശരിയാ, തേനും പാലും ഒഴുകുന്നുണ്ട്, സമൃദ്ധിയാണ്. പക്ഷേ അവര് പറഞ്ഞു കൊടുത്ത് ഇസ്രായേൽ ജനത്തോട് എന്നാ പറഞ്ഞത്? അയ്യോ, ആ നാട്ടിലേക്ക് നമുക്ക് പോകാൻ മേല. അവര് നമ്മളെ കണ്ടാൽ മുന്തിരി പിഴിയുന്നത് പോലെ നമ്മളെ പിഴിഞ്ഞു കളയും. അവിടെ അതികായന്മാരാണുള്ളത്, അവരുടെ സന്തതി പരമ്പരകളാണത്. അനാർക്കിന്റെ സന്തതികളടക്കം അവിടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടിയേല, നമുക്ക് ഉള്ള ജീവനും കൊണ്ട് തിരികെ പോകുന്നതാ നല്ലത്. 12 എണ്ണത്തിൽ 10 എണ്ണവും പറഞ്ഞത് ഈ നെഗറ്റീവ് സന്ദേശം, മനസ്സിടിപ്പിക്കുന്ന വാർത്തകൾ. അവർ ഒന്നും ശരിയായി. പക്ഷേ 2 പേര് പോസിറ്റീവായി പറഞ്ഞു. അത് കാലബും ജോഷുവായുമാണ്. നമുക്കിപ്പോൾ തന്നെ യുദ്ധസന്നദ്ധരായി ചെന്ന് ആ ജനത്തോട് ഏറ്റുമുട്ടാം. അവരോട് ഏറ്റുമുട്ടിയാൽ ദൈവം അവരെ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചു തരും. പ്രിയപ്പെട്ടവരെ, 2 പേര് പ്രത്യാശയുള്ളവർ, 2 പേര്, 10 പേര് നിരാശ ബാധിച്ചവർ. ഈ കാലഘട്ടത്തിൻ്റെ ഒരു ചിത്രമാണ്.
കുടുംബത്തെക്കുറിച്ച് ആകെ നിരാശപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് നമ്മൾ പത്രങ്ങളിൽ വായിക്കുക. സഭയെക്കുറിച്ച്, സഭയുടെ കാലം തീർന്നു, സഭയുടെ ഭാവി ഇല്ലാണ്ടായി, സഭയിലതാ ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, അച്ഛന്മാരെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നു, മെത്രാണിച്ചന്മാരെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നു, വിശ്വാസികളുടെ എല്ലാം വിശ്വാസം തീർന്നു, എല്ലാം അവസാനിച്ചു. ഇങ്ങനെ നിരന്തരം വാതോരാതെ സംസാരിക്കുന്ന ഈ സ്വരങ്ങൾ കേട്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും നിരാശപ്പെടരുത്. കാരണം ഈ സഭയുടെ ഉടയവൻ എന്ന് പറഞ്ഞത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണ്. അവിടുത്തേക്ക് ഈ സഭയെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ കുടുംബത്തെ കുറിച്ച് പദ്ധതിയുണ്ട്, നമ്മുടെ സമൂഹത്തെ കുറിച്ച് പദ്ധതിയുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ നിരാശപ്പെടുക? കാലബും ജോഷുവയും പറഞ്ഞതാ സത്യം. അവര് പറഞ്ഞതെന്താ? ഈ ജനം ശക്തരാണ് എങ്കിൽ നമ്മുടെ ദൈവമായ കർത്താവിന്റെ ശക്തിക്ക് മുൻപിൽ അവരൊന്നുമല്ല എന്നാണ് അവർ സാക്ഷ്യം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നും ഇത് തന്നെ പറയാനുള്ള വിശ്വാസത്തിന്റെ സ്ഥൈര്യം, ആർജവത്വം നാം നേടിയെടുക്കേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ മറ്റേതൊരു കാലഘട്ടത്തെക്കാളും നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, തിരുസഭയിൽ പ്രശ്നങ്ങളുണ്ട്, വൈദികരുടെ, സന്യസ്തരുടെ, മേൽപ്പട്ടക്കാരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ട്, സഭകൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ശരിയാ, മറ്റേതൊരു കാലഘട്ടത്തെക്കാളും പ്രശ്നങ്ങളുടെ തീച്ചൂളയിലൂടെ നടന്നു നീങ്ങാൻ ദൈവം നമ്മെ അനുവദിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടിട്ട് എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു, ഭാവിയെല്ലാം ഇരുണ്ടതായി തീർന്നു, ഇനി കുടുംബജീവിതത്തിന് അർത്ഥമില്ല, സഭാവിശ്വാസത്തിന് അർത്ഥമില്ല, സഭയുടെ കാലം തീർന്നു എന്നൊന്നും നിങ്ങൾ നിഗമനത്തിലെത്താൻ വരട്ടെ. കാരണം എന്താണ്? ഏതിരുളിലും പ്രകാശം ജ്വലിപ്പിക്കാൻ ഏത് നിമിഷവും കഴിവുള്ളവനാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുക, ചിലപ്പോൾ നമുക്ക് രോഗങ്ങളാണ്, വലിയ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ. ക്യാൻസർ രോഗം ബാധിച്ച് ഒരു വ്യക്തിയെ ഈ ദിവസങ്ങളിൽ ഞാൻ കാണുകയുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വിശ്വാസം തന്നെ അപകടത്തിലായ പിതാവ്, തമ്പുരാന് മനസ്സുണ്ടായിരുന്നു എന്നെ സുഖപ്പെടുത്താമായിരുന്നല്ലോ. ഞാൻ ജീവിക്കേണ്ടത് എൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് എന്തുമാത്രം ആവശ്യമാണെന്ന് കർത്താവിനറിയാവുന്ന കാര്യമല്ലേ. എന്നിട്ട് എന്തിയെ കർത്താവ് എൻ്റെ ശരീരത്തെ സുഖപ്പെടുത്തി എനിക്ക് എൻ്റെ കുടുംബം പോറ്റാനുള്ള അവസരം തരാത്തത്? ഞാൻ അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം സംസാരിച്ച് പ്രത്യാശയുടെ വാക്കുകളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകും. പക്ഷെ തിരികെ പോരുന്ന വഴിക്ക് ഞാൻ കർത്താവിനോട് പ്രാർത്ഥനാപൂർവ്വം ഇതേ കാര്യം വാഹനത്തിലിരുന്ന് ചിന്തിച്ചു. ദൈവമേ, ആ മനുഷ്യൻ ചോദിച്ച് ശരിയല്ലേ, എന്തുകൊണ്ടാണ് നിനക്കൊരു ശാരീരിക സൗഖ്യം കൊടുക്കാൻ പറ്റാഞ്ഞിട്ടാണ്? കൊടുക്കാൻ മേൽ. കർത്താവ് പറഞ്ഞ ആ ഉത്തരം എനിക്ക് വളരെ ബോധ്യം തരുന്നു. കർത്താവ് പറഞ്ഞു, മകനെ, ശരീരത്തെക്കാളും വലുതാണ് ആത്മാവ് എന്ന് ബോധ്യപ്പെടുത്താൻ. നിന്റെ കുടുംബത്തിന് നിന്നേക്കാളും വലിയൊരു പാലകനുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ തെറ്റിദ്ധരിക്കരുത്, നമ്മളാണ് സർവ്വതിൻ്റെയും ഉടയവൻ, നമ്മളങ്ങ് പോയാൽ എല്ലാം തീർന്നുവെന്ന്. ഇല്ല, എല്ലാറ്റിൻ്റെയും ഉടയവൻ ദൈവമായ കർത്താവാണ്. ശരീരത്തിൽ രോഗം തരുന്നത് എന്തിനു വേണ്ടിയാ? കർത്താവ് പറയുന്നു, ശരീരത്തിനും മേൽ വിലയുള്ള ഒന്ന് നിന്നിലുണ്ട്, അത് നിന്റെ ആത്മാവാണ്. ആ ആത്മാവിനെ കുറിച്ചുള്ള ചിന്ത നിന്നിൽ ഉണർത്താൻ ദൈവമായ കർത്താവ് ശരീരത്തെ ചിലപ്പോൾ പ്രഹരിച്ചെന്നിരിക്കും. അത് ശാപമല്ല, ദൈവത്തിൻ്റെ ശിക്ഷയല്ല,
മറിച്ച് അവിടുത്തെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുമെങ്കിൽ നാം പ്രത്യാശയുടെ തീർത്ഥാടകരായി പരിണമിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ആലോചിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ലോകം നമുക്ക് സന്തോഷത്തിൻ്റെ ഒട്ടനവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്നു. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച എന്നെ കാണാൻ തലശ്ശേരിയിൽ വിസിറ്റേഴ്സ് ഡേയിൽ ആളുകൾ ഇങ്ങനെ ഒരുപാട് പേര് വരുമ്പോൾ അവരോരോരുത്തരും ചിലപ്പം മരുന്ന് പറയുന്നത് ഞങ്ങളുടെ കൊച്ചിന് സ്കൂളിൽ ഒരു ജോലി കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തു തരണം, അല്ലെങ്കിൽ സാമ്പത്തിക സഹായം വേണം, ഇങ്ങനെ പറയുന്ന കുറേ ആളുകൾ വരും. സ്വാഭാവികമായി അങ്ങനെ വരികയും നമ്മളവരെയൊക്കെ സ്നേഹപൂർവ്വം പരിഗണിക്കുകയും കരുതലോടെ ചേർത്ത് പിടിക്കുകയും ചെയ്യേണ്ടതാണ് എന്നെനിക്കറിയാം. പക്ഷേ എന്നെ കാണാൻ വന്നതിൽ ഒരു പെൺകുട്ടി, അവൾ ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതയുള്ള, കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അവൾ ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു പെൺകൊച്ചാണ്. അവള് വന്നത് ഒരു ആധ്യാത്മിക വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി. അവൾ കുറേ കാര്യങ്ങൾ സംസാരിച്ച ശേഷം എന്നോട് പറഞ്ഞു, പിതാവേ, ഐ ഫീൽ there is something lacking in me, but I don't know what it is. എനിക്ക് എന്തോ എൻ്റെ ജീവിതത്തിൽ കുറവുണ്ടെന്നറിയാം, അതെന്താണെന്ന് എനിക്കറിയാൻ പറ്റുന്നു. അവൾക്ക് 2-3 പ്രണയബന്ധങ്ങളുണ്ടായിരുന്നു. ആ പ്രണയബന്ധങ്ങളൊക്കെയും പോയി. ഇനി പ്രണയിക്കണോ, കല്യാണം കഴിക്കണോ, അവൾ ആശങ്കയാണ്. കല്യാണം കഴിച്ചാൽ ശരിയാകുമോ എന്നുള്ള ആശങ്ക അവൾക്കുണ്ട്. അതിനിടയിൽ കൂട്ടുകാരൻ, ആദ്യത്തെ കാമുകൻ, അവൾക്ക് മയക്കുമരുന്നിലേക്കുള്ള ലോകം തുറന്നു കൊടുത്തു. അതിപ്പോഴും അവൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപയോഗിക്കും. അവൾ പറയുന്നത് എല്ലാ വിദ്യാഭ്യാസമുണ്ട്, വലിയ തുക ശമ്പളം മേടിക്കുന്നവളാണ്, പക്ഷേ അവൾക്ക് എന്തിൻ്റെയോ കുറവുണ്ട് എന്നവൾ തിരിച്ചറിയും. ഞാൻ അവളോട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്തൂസ് വിവിത്ത് എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ പരിശുദ്ധ പിതാവ് യുവജനങ്ങളോട് പറഞ്ഞൊരു വാചകം ഉദ്ധരിച്ചു. അതിപ്രകാരമാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞത്: അല്ലയോ യുവജനങ്ങളെ, നിങ്ങൾ സന്തോഷം തേടി നടക്കുന്നവരാണ്. സൗഹൃദ ബന്ധങ്ങളിൽ സന്തോഷം തേടുന്നു, ലഹരിയിൽ സന്തോഷം തേടുന്നു, മദ്യത്തിൽ സന്തോഷം തേടുന്നു, പുതിയ പുതിയ സ്വാതന്ത്ര്യത്തിൻ്റെ മേഖലകൾ തേടി നിങ്ങൾ സന്തോഷം അന്വേഷിക്കുന്നു, ഭക്ഷണത്തിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു. പക്ഷേ നിങ്ങൾ തേടി നടക്കുന്ന യഥാർത്ഥ സന്തോഷത്തിന് ഒരു പേരുണ്ട്, ആ സന്തോഷത്തിനൊരു മുഖമുണ്ട്. അത് മറ്റാരുമല്ല, നസ്രായനായ ഈശോ എന്നാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം നാളിതുവരെയും തേടി നടന്ന സന്തോഷത്തിനൊരു മുഖമുണ്ട്, ആ സന്തോഷത്തിനൊരു പേരുണ്ട്, ആ വ്യക്തി ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന നസ്രായനായ ഈശോ എന്നാണ് ആ സന്തോഷത്തിന്റെ പേര്. ആ സന്തോഷത്തെ കണ്ടെത്തുന്നത് വരെയും ജീവിതത്തിൽ നാം പ്രത്യാശ എന്ത് എന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്തവരായി മാറും എന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. വീണ്ടും നമ്മൾ ശരീരത്തിൻ്റെ വേദനകളെക്കുറിച്ച്, രോഗങ്ങളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. പൗലോസ്ലീഹായ്ക്ക് ഇങ്ങനെ എന്തോ കഠിനമായൊരു രോഗം ഉണ്ടായിരുന്നു. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ ഈ വിഷയം സംസാരിച്ച് പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ ഈ രോഗം മാറാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. 3 വട്ടം പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, നിനക്കെൻ്റെ കൃപ മതി, അതവിടെ ഇരുന്നോട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ചില രോഗങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയും, അതവിടെ ഇരുന്നോട്ടെ, നിനക്കെൻ്റെ കൃപ മതി. ഈ രോഗം
കൃപയുടെ ഉറവിടമായി നിനക്ക് ഞാൻ തന്നിരിക്കുന്നതാണ്. ഈ ഒരു വേദന അത് കൃപയുടെ ഉറവിടമായി ദൈവം ഒരുക്കിയതാണ്. ഈ ഒരു അവഗണന അത് കൃപയുടെ ഉറവിടമായി ദൈവം ഒരുക്കിയതാണ്. ഈ ഒരു അധിക്ഷേപം അത് കൃപയുടെ ഉറവിടമായി ദൈവമായ കർത്താവ് ഒരുക്കിയതാണ് എന്ന സത്യം പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ കൃപയുടെ വഴികളെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അടുത്ത ഒരു സന്ദേശമായിട്ട് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്, പ്രത്യാശ എന്ന് പറയുന്നത് ആത്യന്തികമായി നമ്മുടെ പ്രത്യാശയുടെ സങ്കേതം തിരുസഭയാണ്. തിരുസഭയിലാണ് നാം പ്രത്യാശ കണ്ടെത്തേണ്ടത്. കാരണം ദൈവമായ കർത്താവ് തൻ്റെ തിരുകുമാരനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അവിടുന്ന് തൻ്റെ രക്ഷാകര ദൗത്യം 33 വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കി. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്ക് മാത്രമേ കർത്താവിനെ കാണാനും കേൾക്കാനും അവിടുത്തെ കൃപയുടെ അഭിഷേകം നേരിൽ സ്വീകരിക്കാനും കഴിയുമായിരുന്നുള്ളൂ. കേവലം പലസ്തീനായിലെ ഏതാനും ഗ്രാമങ്ങളിൽ മാത്രം ചുറ്റി സഞ്ചരിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ രക്ഷാകരമായ വരപ്രസാദം ലോകത്തിൻ്റെ അതിരുകളോളം, ലോകത്തിൻ്റെ അവസാനത്തോളം എത്തിക്കുവാൻ അവിടുന്ന് തൻ്റെ അനന്ത ബുദ്ധിയിൽ കണ്ടെത്തിയ അത്ഭുതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കൂദാശയാണ് ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ തിരുസഭ. ഈ സഭയാണ് പ്രത്യാശയുടെ സനാതനമായ സങ്കേതം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ സഭയിലേക്ക് തിരിയണം. അതൊരു വലിയ സത്യമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 20-ാം അധ്യായത്തിന്റെ 29-ാം വചനത്തില് അവിടുന്ന് തോമാശ്ലീഹായോട്, വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർത്തോമാശ്ലീഹായോട് പറഞ്ഞു, തോമസേ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതായത് കണ്ട് വിശ്വസിച്ച അപ്പസ്തോല ഗണത്തിന്റെ അതേ ഭാഗ്യവും അനുഗ്രഹവും അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അവിടുത്തെ നേരിൽ കാണാതെ, നേരിൽ കേൾക്കാതെ സഭയെ വിശ്വസിച്ച് ഈശോയിൽ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ശ്ലീഹന്മാരെക്കാളും ശ്രേഷ്ഠരായവര് എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ തിരിച്ചറിവാണ്. ഈശോ പറഞ്ഞത് അതാണ്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. കാണാതെ വിശ്വസിച്ച ഭാഗ്യവാന്മാരാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും തിരിച്ചറിയണം. വിശുദ്ധ ആഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞു, ഈ സുവിശേഷ ഗ്രന്ഥം ഇത് സുവിശേഷമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ ഏക കാരണം ഇത് കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ വചനമാണ് എന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം എൻ്റെ അമ്മയായ പരിശുദ്ധ കത്തോലിക്ക സഭ എന്നോട് പറഞ്ഞു, മകനെ, ഇത് കർത്താവിൻ്റെ തിരുവചനമാണ് എന്ന് സഭ പറഞ്ഞു എന്ന ഒറ്റ കാരണത്താലാണ് ഇതെനിക്ക് വിശുദ്ധ ഗ്രന്ഥമായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുസഭ എന്നോട് പറയുകയായിരുന്നു, വിശുദ്ധൻ തുടരുകയാണ്, തിരുസഭ എന്നോട് പറയുക, ഇത് കർത്താവിൻ്റെ വചനമല്ല, ഇത് വെറും ഒരു പുസ്തകമാണ് എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഞാൻ ഈ പുസ്തകമെടുത്ത് മാറ്റിക്കളയും. കാരണം തിരുസഭയുടെ ആധികാരികതയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധികാരികത. സഭാപിതാവായ സിപ്രിയാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, തിരുസഭയെ
അമ്മയായി സ്വീകരിക്കാത്ത ഒരുവനും ദൈവത്തെ പിതാവായോ ഈശോമിശിഹായെ പുത്രനായോ പരിശുദ്ധാത്മാവിനെ സഹായകനായോ സ്വീകരിക്കുക സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ആഴത്തിൽ മനസ്സിലാക്കേണ്ട സത്യമാണിത്. തിരുസഭയെ അമ്മയായി അംഗീകരിച്ച് സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്കും ദൈവത്തെ പിതാവായി സ്നേഹിക്കാൻ പറ്റില്ല. ഈശോയെ പുത്രൻ തമ്പുരാനായി സ്നേഹിക്കാനാവില്ല. പരിശുദ്ധാത്മാവിനെ നിത്യസഹായകനായി സ്വീകരിക്കാനാവില്ല എന്ന സത്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരുടെയും ആധ്യാത്മികത ശോഷിച്ചു പോകുന്നതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ രക്ഷാകരമായ വഴികളിൽ തിരുസഭ എന്ന ആ വലിയ സത്യത്തിൻ്റെ പ്രാധാന്യം ശരിയാം വിധത്തിൽ ഗ്രഹിക്കുന്നതിൽ നമുക്ക് വീഴ്ച സംഭവിക്കുന്നത് കൊണ്ടാണോ എന്ന് ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. തിരുസഭയെ സ്നേഹിക്കുക, ആ സഭയോട് ചേർന്ന് മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് നീങ്ങാൻ, രക്ഷയുടെ വഴിയിൽ എത്തിച്ചേരാൻ, നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നിത്യജീവന്റെ ഉറവിടമായി ഈശോമിശിഹായുടെ തിരുശരീരമായി സഭയെയാണ് ദൈവം ചൂണ്ടിക്കാണിച്ചത് എന്ന സത്യം ഓർക്കുക. പൗലോസ്ലീഹ കോരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 12-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഇതെൻ്റെ ശരീരമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ തന്നെയാണ്. ശരീരം എന്ന് പറഞ്ഞാൽ വ്യക്തി തന്നെയാണ്. ഇതെൻ്റെ ശരീരമാണ് എന്ന് ഈശോ പരിശുദ്ധ കുർബാനയെ പറയുമ്പോൾ ഈശോയുടെ ശരീരത്തിൻ്റെ ഒരു കഷണമെന്നല്ലല്ലോ നമ്മൾ വിശ്വസിക്കുക. നാം വിശ്വസിക്കുന്നത് എന്താണ്? നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി ആ അപ്പത്തിൽ സത്യമായും സമ്പൂർണമായും സത്താപരമായും സന്നിഹിതനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അഥവാ ഈശോ എന്ന പൂർണ്ണ വ്യക്തിയാണ് പരിശുദ്ധ കുർബാന എന്ന് നാം വിശ്വസിക്കുന്നു. അത് തന്നെയല്ലേ ശ്രീഹ പറയുക, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞാൽ ഈ സഭ ക്രിസ്തുവിൻ്റെ തിരുസാന്നിധ്യമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിശാചിന് ഈ ഭൂമിയിൽ ഏറ്റവും വെറുപ്പുള്ള ഒരു സംവിധാനമുണ്ട് എങ്കിൽ അത് പരിശുദ്ധ കത്തോലിക്ക സഭയാണ്. കാരണം എന്താണെന്നോ, പിശാചിനറിയാം അവന്റെ സാമ്രാജ്യം തകർക്കാൻ കഴിവുള്ളവര് ഈ ശ്ലൈഹിക സഭയ്ക്ക് അതിനുള്ള കഴിവുള്ളൂ എന്ന് പിശാചിനറിയാം. അതുകൊണ്ട് തന്നെ പിശാച് നമുക്ക് ചുറ്റും, നമ്മുടെ സഭയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഇതാണ്: എന്തുകൊണ്ടാണ് നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് ഇങ്ങനെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ചിന്തിച്ചപ്പോൾ കർത്താവ് എനിക്ക് പറഞ്ഞു തന്ന സന്ദേശം ഞാൻ വിചാരിക്കുന്നത് അത് ശരിയായി കർത്താവിൻ്റെ തന്നെ വെളിപ്പെടുത്തലാണ് എന്ന്. നമ്മുടെ സഭയെ ദൈവം അത്ഭുതകരമായി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മുഴുവനും സുവിശേഷം പ്രസംഗിക്കാൻ ഫ്രാൻസിസ് പാപ്പായിലൂടെ നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹം കിട്ടി. നമ്മുടെ മിഷണറിമാര് ഭാരതത്തിൻ്റെ വിവിധ കോണുകളിൽ കർത്താവിൻ്റെ സ്നേഹ സന്ദേശം പ്രഘോഷിക്കുന്നവരായി കടന്നു ചെന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നമ്മുടെ മിഷണറിമാരെത്തി സുവിശേഷത്തിൻ്റെ ജ്വലനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. അപ്രകാരം എല്ലാ മേഖലകളിലേക്കും പ്രേക്ഷിതരെ അയക്കാൻ പോരുന്ന കർത്താവിൻ്റെ പരിശുദ്ധാത്മ ജ്വലനമുള്ള ഒരു സഭയായി ഈ സഭ വളരുന്നത് സഹിക്കാൻ മേലാത്ത ഒരു ശക്തിയുണ്ട്. അവനാണ് ആര്?
സാത്താൻ അവൻ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. എല്ലാ മേഖലകളിലും അവൻ നമ്മെ വളഞ്ഞിട്ട് അവന്റെ സൈന്യം ഒന്നാകെ സർവശക്തിയും എടുത്ത് സംഹാരഭാവത്തോടെ നമ്മുടെ സഭയ്ക്ക് ചുറ്റും വട്ടമിട്ട് ആക്രമിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് ദൈവവും സാത്താനും തമ്മിൽ നേർക്കുനേർ നടത്തുന്ന ഒരു യുദ്ധമായിട്ട് അതിനെ മനസ്സിലാക്കണം. അതിലെ ഏതെങ്കിലും വ്യക്തികളെയോ ഏതെങ്കിലും പ്രദേശങ്ങളെയോ മാത്രമെടുത്ത് നിങ്ങൾ ഈ വിഷയത്തെ മനസ്സിലാക്കരുത്. മറിച്ച് രക്ഷയുടെ കൂദാശയാകാൻ നിയോഗം ലഭിച്ച ഒരു സഭാഗാത്രത്തെ തകർക്കാൻ സാത്താൻ നടത്തുന്ന യുദ്ധമാണിത്. കർത്താവിന്റെ മാലാഖമാരും നാരകീയ ശക്തികളും നേർക്കുനേർ പോരാടുന്ന ഈ വേദിയില്, അല്ലയോ വിശ്വാസി, നീ ആരുടെ പക്ഷത്ത് നിൽക്കും എന്ന ചോദ്യത്തിന്റെ ഉത്തരം മാത്രം കണ്ടെത്തിയാൽ മതി. നീ കർത്താവിന്റെ പക്ഷത്ത് നിൽക്കുവോ അതോ ഈ തിരുസഭയുടെ നാശം കൊതിക്കുന്ന ഈ പൈശാചിക ശക്തികളുടെ പക്ഷത്ത് നിൽക്കുവോ? അതാണ് അടിസ്ഥാനപരമായ ചോദ്യം. നാം കർത്താവിന്റെ പക്ഷത്ത് നിൽക്കുമെന്ന് നെഞ്ചേൽ കൈവച്ച് സത്യം ചെയ്താൽ, പ്രിയപ്പെട്ടവരെ, നാം വലിയ പ്രത്യാശയിലേക്ക് കടന്നു പോകും. കർത്താവെ വിജയിക്കൂ, അവിടുത്തെ പദ്ധതിയെ വിജയിക്കൂ. അവിടുത്തേക്ക് നമ്മുടെ സഭയെ കുറിച്ചുള്ളത് രക്ഷാകരമായ പദ്ധതിയാണ്. അത് ഒരിക്കലും ഒരു നാളും നമ്മുടെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതി അല്ല എന്ന് ദൈവജനമേ നിങ്ങൾ ഇരുകരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ് വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രത്യാശയുടെ സങ്കേതം തിരുസഭയാണ് എന്ന പരമാർത്ഥം നമ്മൾ വിസ്മരിക്കരുത്. പ്രത്യാശയുടെ ഉറവിടം തിരുസഭയാണ്. കാരണം അത് ഈശോ മിശിഹായുടെ ശരീരമാണ്. ആ ശരീരം മുറിവേറ്റ ശരീരമാണ്. പടയാളികൾ ഒരുവൻ ഈശോയുടെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തുന്ന രംഗം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 35-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: പടയാളികൾ ഒരുവൻ വന്ന് മിശിഹായുടെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അവന്റെ സാക്ഷ്യം സത്യമാണെന്ന് അവൻ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ ശ്ലീഹാ തന്നെ ഈ രംഗം കണ്ടെഴുതുന്ന തിരുവചനമാണതെന്ന് ഓർക്കുക. കർത്താവിൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നാണ് തിരുസഭ ജനിക്കുക. ഒരുപാട് വേദനകളുടെയും സങ്കടങ്ങളുടെയും കണ്ണുനീരിൻ്റെയും നടുവിലാണ് തിരുസഭ തൻ്റെ ജൈത്രയാത്ര തുടരുന്നത് എന്നോർക്കുക. നീറോ മുതലുള്ള ചക്രവർത്തിമാരുടെ, റോമിലെ സീസർമാരുടെ തേരുരുണ്ട രാജവീഥികളിൽ ഇന്ന് പാദമൂന്നി നടക്കുന്നത് നാം പരിശുദ്ധ പിതാവേ എന്ന് വിളിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് എങ്കിൽ, പരിശുദ്ധ പിതാവ് സ്വച്ഛന്തമായി ആ പാതകളിലൂടെ ഇന്ന് തിരുസഭയുടെ നെടുനായകത്വം വഹിച്ച് നടക്കുന്നുവെങ്കിൽ, ആ പാതയുടെ മണ്ണ് ഉറപ്പിക്കപ്പെട്ടത് അനേകായിരം ക്രിസ്ത്യാനികളുടെ ചോര വീണ് കുതിർന്ന മണ്ണുകൊണ്ടാണ് എന്ന സത്യം വിസ്മരിക്കരുത്. അതുകൊണ്ട് സഹനങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപങ്ങളും ആരെല്ലാം തിരുസഭയ്ക്ക് വേണ്ടി ഏറ്റുവാങ്ങുന്നുവോ അവരെല്ലാം തിരുസഭയെ അനുഗ്രഹത്തിൻ്റെ സ്വർഗീയ ഭൂമിയിലേക്ക് നയിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അധിക്ഷേപങ്ങൾ കേട്ട് ആരും സങ്കടപ്പെടേണ്ടതില്ല. ഒറ്റപ്പെടുത്തപ്പെട്ട കുറ്റപ്പെടുത്തപ്പെടുന്ന അനുഭവങ്ങൾ കേട്ട് ആരും പതറിപ്പോകേണ്ടതില്ല. സഭയ്ക്ക് വേണ്ടി കരയാൻ കണ്ണുനീരുണ്ടാവണം, സഭയ്ക്ക് വേണ്ടി ചിന്താൻ രക്തമുണ്ടാകണം,
സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ശബ്ദമുണ്ടാകണം. സഭയ്ക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കാനുള്ള ആർജവത്വം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് നാം ഈ തിരുസഭയെ പ്രത്യാശയുടെ സങ്കേതമായി മനസ്സിലാക്കുന്നത്. അല്ലയോ ദൈവമക്കളെ, നാം പാപത്തിന്റെ കെണിയിൽപ്പെട്ട് പിശാചിന്റെ കുടുക്കിൽപ്പെട്ട് കഴിഞ്ഞാൽ നീ രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? തിരുസഭയിലേക്ക് തിരിയണം, കർത്താവിന്റെ കുമ്പസാരക്കൂട്ടിൽ ചെല്ലണം, പാപമേറ്റ് പറഞ്ഞ് ഞാൻ പിഴയാള് ചൊല്ലണം. അപ്രകാരം ചെയ്യുമ്പോൾ കാൽവരി കുരിശിലെ രക്ഷയുടെ തിരുരക്തത്തിൽ കർത്താവ് നിന്നെ കഴുകി വിശുദ്ധീകരിച്ച് നിന്നെ ഒരു നാളും പാപം ചെയ്യാത്ത വിശുദ്ധരുടെ ഗണത്തിൽ എണ്ണാൻ തുടങ്ങുന്നു. കർത്താവ് നിന്നെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കുന്നതും കുറ്റമില്ലാത്തവനായി കരുതുന്നതും നിന്നെ നീതീകരിക്കുന്നതും ഈ തിരുസഭയിലാണ് എന്ന സത്യം വിസ്മരിക്കരുത്. സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ കർത്താവിൻ്റെ പക്ഷത്താണ്. സഭയിൽ നിന്ന് ഞാൻ വിഘടിച്ചാൽ, അകന്നാൽ ഞാൻ പിശാചിന്റെ പക്ഷത്താണ്. സഭ അത് സകലരെയും ഉൾക്കൊള്ളുന്ന ക്രിസ്തുവിൻ്റെ തിരുഹൃദയമാണ് എന്ന സത്യം നമ്മൾ ഓർക്കണം. നമ്മൾ സഭയ്ക്ക് പുറത്തുള്ളവരെ എന്ന് പറഞ്ഞാൽ ഉടനെ അക്രൈസ്തവർ എന്നല്ല ധരിക്കേണ്ടത്. സഭയ്ക്ക് പുറത്തുള്ളത് പിശാച് മാത്രമേ ഉള്ളൂ എന്ന് വിശുദ്ധ സിപ്രിയാൻ പറയുന്നതിൻ്റെ പൊരുൾ അതാണ്. സഭയ്ക്ക് പുറത്തുള്ളത് പിശാച് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഈ സഭാ കൂട്ടായ്മയിലേക്ക് പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ കർത്താവ് ഒരുമിച്ച് കൂട്ടുന്ന ദൈവമക്കളുടെ സമൂഹം തന്നെയാണ് ബാക്കി എല്ലാവരും. സഭയ്ക്കെതിരായി തിരിയുമ്പോൾ ഞാൻ കർത്താവിനെ വിടുന്നു, ഞാൻ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സംരക്ഷണ വലയം ഭേദിക്കുന്നു, ഞാൻ എനിക്ക് വേണ്ടി ദൈവമൊരുക്കിയ രക്ഷാകര പദ്ധതി തള്ളിക്കളയുന്നു, ഞാൻ സാത്താൻ്റെ പക്ഷത്തായി തീരുന്നു എന്ന സത്യം ഓർക്കുക. അതുകൊണ്ട് ഏതൊരു കാലഘട്ടത്തിലും തിരുസഭ വേദനകളിലൂടെ കടന്നുപോയി. തിരുസഭയ്ക്ക് സഹനങ്ങളുടെ തീരാത്ത കണ്ണീർ മഴകൾ കർത്താവ് കൊടുത്തിട്ടുണ്ട്. പുഴ പോലെ ഒഴുകുന്ന രക്തസാക്ഷികളുടെ ചുടുനിണം ഈ സഭാ തരുവിനെ വളർത്താൻ ഇടവരുത്തിയിട്ടുണ്ട്. അതിലും വലിയ പ്രതിസന്ധികളിലൂടെ ഒന്നും സഭ ഈ കാലത്തും കടന്നു പോകുന്നില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അവിടെയും ഇവിടെയും ചില ചെറിയ പ്രതിസന്ധികൾ കാണുമ്പോൾ സഭയിലുള്ള വിശ്വാസം അവസാനിപ്പിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് സാത്താനാണ് എന്ന് മാത്രം തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പ്രതിസന്ധികളുടെ പൈശാചിക ശക്തികൾ അരങ്ങുവാഴുന്ന സാഹചര്യത്തിൽ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് പറഞ്ഞു തരികയാണ്. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങളിൽ ശ്ലീഹ പറയുകയാണ്, സഹോദരങ്ങളെ, നാം പോരാടുന്നത് മാംസരക്തങ്ങളോടല്ല, അന്ധകാര ശക്തികളുടെ അധിപന്മാരോട്, സ്വർഗീയ ഇടങ്ങളിൽ പോലും വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളോടാണ് നാം പോരാടുന്നത്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിൽ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ, സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് സമാധാനത്തിന്റെ ഒരുക്കമാകുന്ന പാദരക്ഷകൾ അണിഞ്ഞ് രക്ഷയുടെ പടത്തൊപ്പിയേന്തി ദുഷ്ടന്റെ കൂരമ്പുകളെ ചെറുക്കാൻ പര്യാപ്തമായ വിശ്വാസത്തിന്റെ പരിച കയ്യിലെടുത്ത് ദൈവവചനമാകുന്ന വാള് കയ്യിലേന്തണം. പ്രിയപ്പെട്ടവരെ, വിശ്വാസിയാണ് നീയെങ്കിൽ ക്രിസ്തുവിൻ്റെ പടയാളിയാണ് നീ എന്നോർക്കുക. ചുമ്മാ അലസനായിരുന്ന് ആർക്കും വിശ്വാസിയാകാൻ പറ്റില്ല. നാം പോരാടേണ്ടത് തമ്മിലല്ല, നാം പോരാടേണ്ടത് നാരകീയ സൈന്യത്തോടാണ് എന്ന സത്യം ഓർക്കുക. പിശാച് നമ്മളെ കബളിപ്പിച്ചതാണ്. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ പോരാടേണ്ടത് തമ്മിലാണ്. വികാരിച്ചനോടാണ് പോരാടേണ്ടത്, മെത്രാണിച്ചനോടാണ് പോരാടേണ്ടത് എന്ന്. അത് പിശാചിന്റെ കബളിപ്പിക്കലാണ്.
നാം ഈ ആയുധങ്ങളെല്ലാം ധരിച്ച് പോരാടേണ്ടത് മറ്റാരോടുമല്ല, നരകപിശാചിനോട്, അവന്റെ എണ്ണിയാലൊടുങ്ങാത്ത സൈന്യങ്ങളോട്, അവന്റെ ശക്തമായ കോട്ടകളോടാണ്. നാം കർത്താവിനോട് ചേർന്ന് പോരാടുമ്പോൾ പ്രത്യാശയുടെ കവാടം നമുക്ക് മുൻപിൽ തുറക്കപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.